ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 4 വെറൈറ്റി മോഡൽ കമ്മലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഇന്നത്തെ കമ്മലുകളെല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാക്സിൻ്റെ ഷീറ്റാണ്. ഇതില്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് ആയാലും മതി. ഇനി നമുക്കിത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ വേണം. കുറച്ച് വലിയ സൈസ് തന്നെ ആവാൻ നല്ലത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഹെഡ് പിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നീളം കുറയ്ക്കണം. പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിനിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ സൈസിലുള്ള സ്റ്റോൺ ചെയിൻ തന്നെ എടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മുടെ ബോൾ ചെയിൻ ഉണ്ട്, അതൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് ബോൾ ചെയിൻ. അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡൽ കമ്മൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ബോൾ ചെയിൻ എത്ര ലെങ്ത്ത് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോണിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് ഞാൻ B7000 ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിയെടുക്കാൻ സമയം എടുക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. ഇനി പെട്ടെന്ന് ഒട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യും ചെയ്യാം കേട്ടോ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ഹെഡ് പിന്ന്. അതായത് ഇതുപോലെ നല്ല ലെങ്ത്തിലായിരിക്കും. അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ കാതിലേക്ക് കൊടുക്കുന്നത്. ചെറിയ സ്റ്റഡ് ബേസ് അല്ല എടുക്കുന്നത്. ചെറിയ സ്റ്റഡ് ബേസിലേക്ക് ആ ഒരു സ്റ്റോണ് കറക്റ്റായിട്ട് നിൽക്കില്ല. ഇനി നിങ്ങൾക്ക് സിംഗിൾ സ്റ്റോണുകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ സ്റ്റോണാണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റഡിൻ്റെ ബേസ് എടുത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഹെഡ് പിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടെണ്ണം ഞാൻ ഇതുപോലത്തെ ഒരേ മോഡലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ലെങ്ത്ത് ഒരേപോലെ ആയിരിക്കണം നമ്മൾ ബോൾ ചെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത മോഡൽ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ബെൻഡ് ട്യൂബ് നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടും. അതിന് ബെൻഡ് ട്യൂബ് എന്നാണ് പറയുക. അപ്പോൾ അതെടുക്കുക. അതിൻ്റെ ഒരറ്റത്ത് നമുക്ക് ഇതുപോലെ തന്നെ സെയിം അതേ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ സെയിം സ്റ്റോൺ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ വേറെ കളറുകളുള്ളതൊക്കെ ചെറിയ സ്റ്റോണുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ബാക്കിൽ നമ്മളിതുപോലെ ഹെഡ് പിൻ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബെൻഡ് ട്യൂബും സ്റ്റോണും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസിലേക്കോ അല്ലെങ്കിൽ ഹെഡ് പിന്നിലേക്കോ ഒട്ടിച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ അതേ നമുക്ക് രണ്ടാമത്തെ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓരോ കമ്മൽ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 കമ്മൽ ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇത്തിരി ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബെൻഡ് ട്യൂബ് വെച്ചിട്ട് ഞാൻ വേറെ മോഡൽ കമ്മലും അതുപോലെ തന്നെ നമ്മുടെ പാലക്കയുടെയൊക്കെ വേറെ വെറൈറ്റി മോഡലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അപ്പോൾ 2-3 മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ. കുറച്ച് മുമ്പത്തെ വീഡിയോസാണ്. നല്ല വെറൈറ്റി മോഡൽ ഈ ബെൻഡ് ട്യൂബ് വെച്ചിട്ട് കമ്മലും അതുപോലെ തന്നെ പാലക്കയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കമ്മൽ റെഡിയായി. ഇനി നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിററിൽ ഫാബ്രിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു പാലക്കയുടെ പെൻഡൻറ്റ് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ മിററിലേക്ക് ആദ്യം തന്നെ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കോട്ട് അടിച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 2 കോട്ട് അടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ഒരു കോട്ട് അതും അടിച്ചു കൊടുക്കാം. ഒരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. അതിന് ശേഷം ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ വാക്സ് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ റൗണ്ട് വരച്ചിരിക്കുന്നത് നോക്കണ്ട. നമ്മൾ ഈ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ബാലൻസ് ഷീറ്റുകൾ എടുത്തിട്ടാണ് കമ്മൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരച്ച് വെച്ചിരുന്നതാണ് ആ ഒരു റൗണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസുകളൊന്നും നമുക്ക് കളയേണ്ടി വരില്ല വാക്സ് ഷീറ്റിൻ്റെ ഒന്നും കേട്ടോ. ആദ്യത്തെ കമ്മൽ ഞാൻ ഒട്ടിച്ചു പോയി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വാക്സ് ഷീറ്റിലേക്ക് ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസ് ഒന്ന് ഇറക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മിറർ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിറർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ സൈഡിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ബാക്കിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിത് ഡയറക്റ്റ് നമുക്ക് കമ്മലായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ കമ്മലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കമ്മലുകളിൽ ഏത് മോഡലാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളതും കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഇതുപോലെ ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്കിന് റെഡും അതുപോലെ തന്നെ വൈറ്റും നല്ല കോംബോ ആണ്. വൈറ്റ് ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇത് വലിയ മിററിന് വലിയ സൈസ് സ്റ്റോൺ തന്നെയാണ് ഭംഗിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റിൻ്റെ വലിയ സൈസ് ഉണ്ടെങ്കിൽ വൈറ്റ് ഒട്ടിച്ചു കൊടുക്കുക. രണ്ടും നല്ല ഭംഗിയായിരിക്കും. വൈറ്റും റെഡും നന്നായിട്ടുണ്ടാവും. ബ്ലാക്കിന് ഇനി റെഡും വൈറ്റും അല്ലാതെ വേറെ ഏത് കളറാണ് മാച്ച് ആവാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ നമ്മളിനി അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അതിൻ്റെ സൈസ് നോക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വച്ച് കട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വാക്സ് ഷീറ്റിൽ ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അടർത്തിയെടുക്കാനും
ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇതേ സൈസ് നോക്കി കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതായിരിക്കും നല്ലത്. ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് പ്രാക്ടീസ് ആയവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാലും ഈ വാക്സ് ഷീറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോൺ ഇങ്ങനെ വിട്ടുപോരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് രണ്ടാമത്തെ കമ്മലും സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ 3 മോഡൽ കമ്മൽ ചെയ്തു. ഇനി ഒരു മോഡലും കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 4 മോഡലിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ അതവിടെ കമ്മൽ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം തന്നെ കട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് പശ നിന്നിട്ട് കട്ട് ചെയ്തെടുത്താൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സ്റ്റഡിൻ്റെ ബേസ് നമ്മൾ അത് ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ച കാരണം നമ്മൾ ഇനി ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതുപോലെയുള്ള ചെയ്യുന്ന കമ്മലുകളൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. വലിയ കമ്മലാണല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ചെറുതാണെങ്കിൽ പറ്റില്ല. അപ്പോൾ ഈ ഒരു മോഡലും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസ് ഈ ഒരു വാക്സിൻ്റെ ഷീറ്റിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇതിലും സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിനെല്ലാം സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പല ഡിസൈനുകളിൽ ഒട്ടിച്ച് കൊടുക്കുക എന്നാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മളിതിൽ സെൻറ്ററിലായിട്ട് ആ റെഡിൻ്റെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റ പീസാണ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുന്നത്. പിന്നെ നമ്മൾ ബോൾ ചെയിനാണ് ഒട്ടിക്കുന്നത്. ഒരു 2 ലെയർ ബോൾ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. റെഡ് സെൻറ്ററിലെ റെഡും അതുപോലെ അതിൻ്റെ ഗ്യാപ്പിൽ ആ ഗോൾഡൻ കളറും വീണ്ടും ഒരു റെഡും വരുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. ഞാൻ ചെയ്ത മോഡൽ തന്നെ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾ പുതിയ പുതിയ മോഡൽസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് ഓരോന്ന് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഒരു ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇത് ഞാൻ പറയുകയാണ്, നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ. നമ്മൾ ആ കറക്റ്റ് സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുക. ഇനി അടുത്ത ലെയറും കൂടി ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റെഡും കൂടി ഒട്ടിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരൊറ്റ സിംഗിൾ പീസായിട്ടും യൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാം. ഇത് തന്നെ നമുക്ക് മൂക്കുത്തിയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ മൂക്കുത്തിയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഞാൻ മൂക്കുത്തി ചെയ്തിരിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞിട്ട് ഈ ഒരു മോഡലിലൊക്കെ നമുക്ക് മൂക്കുത്തി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിൾ മോഡൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇത്രയും ചെയ്തുകൊണ്ട് നിർത്താം. അല്ലെങ്കിൽ നമ്മൾ ജിംകാസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ജിംകാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമുക്ക് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. ശരിക്കും നമ്മുടെ ഗോൾഡൻ സ്റ്റഡിൻ്റെ ആ ഒരു മോഡൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജുംക്കയുടെയൊക്കെ വെറൈറ്റി മോഡലുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ചാനലിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും എനിക്ക് വീഡിയോസ് പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്യാത്തത്. ചാനലിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ജുംകാസിൻ്റെയും കുറേ വെറൈറ്റി മോഡൽസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷുവൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ പാലക്കയുടെ അതുപോലെ പതക്കത്തിൻ്റെ നമ്മൾ വീട്ടിലൊരു പെൻഡൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പതക്കം വീട്ടിൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ. അപ്പോൾ അതേ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയി കണ്ട. ആ റെഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു വേറൊരു ഭംഗിയായില്ലേ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു മോഡലും പിന്നെ നമ്മൾ ബെൻഡ് ട്യൂബ് വെച്ചതുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഈ സ്റ്റെഡും അതുപോലെ നമ്മൾ ആ ബെൻഡ് ട്യൂബ് വെച്ച മോഡലുമാണ് കേട്ടോ എനിക്കിഷ്ടമായത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ അതേ 2 കമ്മലും ഇവിടെ റെഡിയാക്കി. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പായ കാരണം കട്ട് ചെയ്തൊക്കെ എടുക്കാൻ എളുപ്പമാണ്. കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് സൈഡൊന്നും ഉരുക്കി കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് കാണാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്കുകൾ വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ വന്ന് പറയുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ മോഡലുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.